എന്റെ പൊന്നു ദൈവമേ! ഈ നിവിൻ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല കേട്ടോ. ഇത്ര വൃത്തികെട്ട ഒരു കണ്ടസ്റ്റന്റ് എൻ്റെ മക്കളെ ഞാൻ ഇന്നേ വരെ ബിഗ് ബോസിൽ ഞാൻ ഇത്രയും നാൾ ഹിന്ദി ബിഗ് ബോസ് കണ്ടിട്ടുണ്ട്. മലയാളം ബിഗ് ബോസ് 7 ഇപ്പൊ 7 വരെ കാണുന്നുണ്ട്. ഇത് വൃത്തികെട്ട ഒരു കണ്ടസ്റ്റൻസിനെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്തൊരു അഹങ്കാരമാ! ഓക്കെ, അനുമോളും അവനും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്, പേഴ്സണൽ പ്രശ്നങ്ങൾ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയാണ് കാണിക്കുന്നത്. ബെഡിൽ കൊണ്ട് വെള്ളം ഒഴിക്കുക, വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന അനുമോടെ കണ്ണിൽ പോയി വെള്ളം ഒഴിക്കുക, ആ കപ്പ് പിടിച്ച് മേടിക്കാൻ ചെന്നപ്പോൾ തട്ടും ഇതൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അനുമോള് വെള്ളം കൊണ്ടുവച്ചു, ആരായാലും ഒഴിച്ചു പോകും. ഞാനിപ്പോൾ അനുമോടെ PR ആണെന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ആരായാലും ഒഴിക്കും, ഞാനായാലും ഒഴിക്കും. അവൻ പോയിട്ട് ഒരു ബക്കറ്റ് വെള്ളം കൊണ്ടിട്ട് ഒരു ചരുവം വെള്ളം കൊണ്ടുവന്നിട്ട് കട്ടിലയിൽ ഒഴിക്കുക. ഈ ബിഗ് ബോസ് അവിടെ എന്ത് വിഴുങ്ങാനിരിക്കുക? ബിഗ് ബോസിന് എന്തെങ്കിലും പറഞ്ഞുകൂടെ ഇത് പ്രശ്നമാണ്? അത് ബിഗ് ബോസിന്റെ പ്രോപ്പർട്ടി തന്നെയല്ലേ നനയ്ക്കുന്നത്. എന്തൊരു ഒരു പെൺകുച്ചിന് അല്ലെങ്കിൽ ഓട്ടെ ആരായിക്കോട്ടെ, ഏത് പെൺകുച്ചിന് ഇങ്ങനെ ടോർച്ചർ. അന്ന് തന്നെ ചപ്പാത്തിയുടെ കാര്യത്തിൽ, ഫുഡിന്റെ കാര്യത്തിൽ അനുമോടെ വട്ടം കറങ്ങിയിട്ട് ബുദ്ധിമുട്ടിച്ച്, ഇന്ന് അതേപോലെ അനുമോൾ പ്രതികരിക്കത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ കാണിക്കുന്നില്ല. ഇതേ സമയം ആദിലയോട് നൂറിയോട് ആയിരുന്നു ഇവനിങ്ങനെ പെരുമാറുമായിരുന്നോ? എന്തിനു പോയ ലക്ഷ്മിയുടെ അടുക്കലായിരുന്നു ഇങ്ങനെ പെരുമാറുമായിരുന്നോ? എന്തുവാ കാണിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. എന്നിട്ട് കുറെ വീരവാദം ആണെന്ന് പറഞ്ഞ അനുമോൾ പറഞ്ഞു, ആണായിട്ട് കളിക്കുന്നു എന്തോ പറഞ്ഞു. എന്ത് ജെൻഡർ കാർഡ്? ഇങ്ങനെയൊക്കെ കാണിക്കുന്നവര് എന്ത് ജെൻഡർ കാർഡ് എന്നായി പറയുന്നത്? എന്ത് ജെൻഡർ കാർഡ് കളിച്ചാൽ എന്താണ് പ്രശ്നം? അനുമോൾ നീ ആണിന്റെ എന്തോ സംഭവം പറഞ്ഞു. എല്ലാവരും പറഞ്ഞു ജെൻഡർ കാർഡ് കുറിച്ച്. എന്ത് ജെൻഡർ കാർഡ്? ഇങ്ങനെയുള്ളവർ പിന്നെ എങ്ങനെ മറുപടി പറയണമെന്നാ പറഞ്ഞു. നിങ്ങളാണ് എങ്ങനെ മറുപടി പറയുന്നത്? ഓക്കെ, ഇതൊരു ഷോയാണ് സമ്മതിച്ചു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പ്രശ്നമുള്ളവർ എന്തിനാ ഇങ്ങനത്തെ പ്രോഗ്രാമിൽ വരുന്നത്? ഞാൻ ആ ഒരാളാന്ന് വിചാരിച്ച എന്തിനാ വരുന്നത്? എന്തുന്ന കാണിച്ചു കൂട്ടുന്ന വെള്ളം ഒഴിച്ചിട്ട് എന്നിട്ട് വീരവാദം പറച്ചിലും. അനുമോൾ അങ്ങ് താഴ്ത്തി കെട്ട് ഒന്നുമല്ലാത്ത രീതിയിൽ. എന്തുകൊണ്ടും അനുമോളാണ് ഏറ്റവും വലിയ കണ്ടസ്റ്റന്റും നല്ല കണ്ടസ്റ്റൻസും നല്ല ആൾക്കാർക്ക് ഇഷ്ടമുള്ള കണ്ടസ്റ്റൻസും അനുമോൾ. എന്താ PR ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി, ഇത് അവര് അസൂയാണ്, അസൂയ. അതിൻ്റെ ഇടയിൽ അക്ബർ ന്യായീകരിക്കാൻ വന്നേക്കുന്നു. ആദിലെ വെള്ളം ഒഴിച്ചു. എന്തിനാ ഉണർന്നിരിക്കുന്ന ആടെ മുഖത്ത് എന്തിനാ വെള്ളം കൊടുക്കുന്നത്? ഓക്കെ, ഇത് ഉറങ്ങലെന്ന് ക്യാപ്റ്റന്റെ ഉത്തരവാദിത്തമാണ് ഉറങ്ങാതിരിക്കുന്നത് പറഞ്ഞ് അല്ലാതെ വിളിക്കാൻ എന്തെല്ലാം പറഞ്ഞു. കണ്ണി വെള്ളം കഴിക്കാൻ ആരാ പറഞ്ഞത്? അത് ഉണർന്നിരിക്കുന്ന ആടെ. ഇത് ലാലേട്ടൻ ഒരു പുല്ലും ചോദിക്കത്തില്ല. ലാലേട്ടനോട് ബഹുമാനമുണ്ട്, സ്നേഹമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ലാലേട്ടൻ ഒരു കാര്യം ചോദിക്കത്തില്ല. അനുമോൾ അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട് ബിഗ് ബോസിന്റെ തലേ കയറ്റി വെച്ചേക്കുവാ ബിഗ് ബോസ് എന്ന്. അവനെ സത്യമാണ്, ബിഗ് ബോസ് തലേ കയറ്റി വെച്ചേക്കുവാണ്. ലാലേട്ടൻ വന്ന് ഒരു കാര്യവും നിവിനെ പറയത്തുമില്ല. ഇനി വന്നിട്ട് ഇതെല്ലാം അനുമോടെ തലയിൽ ലാലേട്ടന് വിടും, ബിഗ് ബോസ് വിടും. എന്നിട്ട് അക്ബറെ പൊക്കിക്കൊണ്ട് വരും. അക്ബർ എന്താ കണ്ടതെന്ന് ചോദിക്കും, അല്ല ആരിന് എന്താ കണ്ടതെന്ന് ചോദിക്കുക. അനുമോൾ എന്തെങ്കിലും പറയുമ്പോൾ ലാലേട്ടനൊന്നും മനസ്സിലാകത്തുമില്ല. ഇതിന് നല്ലൊരു താക്കീത് ലാലേട്ടൻ. ഇല്ലെങ്കിൽ സത്യം പറഞ്ഞാൽ എനിക്ക് ഷോയോട് തന്നെ വെറുപ്പ് തോന്നും. സീരിയസ് ആയിട്ട് പറയും. ഞാൻ ബിഗ് ബോസ് വളരെ ഫാൻ. ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോസ് പറഞ്ഞു ബിഗ് ബോസിന്റെ വലിയ ഫാനാണ്. ഈ കാര്യങ്ങൾ ലാലേട്ടൻ ചോദിക്കുക ചോദിച്ചു. ഇത് അനുമോടെ തലയിൽ ഇടാനല്ല, ഇവന് നല്ലൊരു താക്കീത് കൊടുത്തേ പറ്റൂ. നെവിന് ഇത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷനായിട്ടാണ് വരുന്നത്. അന്ന് ഷാനവാസിന് കൊടുത്തതിൻ്റെ കൂട്ട് തന്നെ അതിനെക്കാട്ട് കൂടുതൽ വേണം നെവിന് കൊടുക്കാൻ. വെള്ളം ഒഴിക്കുക, ബെഡിനകത്ത് വെള്ളം ഒഴിക്കുക, ഇറിറ്റേറ്റ് ചെയ്യുക, പോയി ചെന്ന്. അതും പിന്നെ പീരിയഡ്സ് ആയിട്ട് കിടക്കുന്ന കുട്ടിയാണ്, പീരിയഡ്സ് ആയിട്ട് കിടക്കും അനുമോൾ. അപ്പോൾ അതിൻ്റെതായിട്ട് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടാവും. ഇതൊന്നും ഇതൊക്കെ ബിഗ് ബോസിന് മനസ്സിലായതല്ലേ. ബിഗ് ബോസ് എന്തുകൊണ്ട് അന്നേരം വിലക്കിയില്ല? ബിഗ് ബോസിന് കണ്ടന്റ് വേണം. കണ്ടന്റ് ചെയ്യുന്ന അനുമോളെ ഇഷ്ടവും അല്ലേ ബിഗ് ബോസിനും ലാലേട്ടനൊന്നും. ലാലേട്ടനെ കുറ്റം പറയില്ല. ലാലേട്ടനോട് ബഹുമാനം സ്നേഹം ഉള്ളത് കൊണ്ട് പറയുന്ന. ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ വീഴുമ്പോൾ വല്ലാത്ത ദുഃഖം തോന്നുന്നുണ്ട്, അതുകൊണ്ട് പറയുന്നത്. ലാലേട്ടൻ എന്തെങ്കിലും ഒന്ന് ചെയ്യണം നെവിന്റെ കാര്യത്തിൽ. എന്തൊരു ഈ ആഴ്ച ഔട്ടായപ്പോൾ കുറെ ആൾക്കാരുണ്ട്, കുറെ വോട്ട് ചെയ്ത് വീട്ടുന്ന ആൾക്കാര്. ഇത് എന്തെങ്കിലും ചെയ്തേ ഈ ആഴ്ചയിൽ നെവിന് നല്ലൊരു പണിഷ്മെന്റ് കൊടുത്തിട്ട് പറഞ്ഞു വിട്ടു. അവന് മനസ്സിലാക്കി കൊടുക്കണം, അല്ല അവനൊരു വീഡിയോ ഇട്ട് കൊടുക്കണം ജനങ്ങൾ പറയുന്നത് അവനെ കുറിച്ചിട്ട്. അതെല്ലാം കഴിഞ്ഞപ്പോൾ അനുമോട് ബെഡ് നനഞ്ഞതിനകത്ത് ഞാൻ പറയാം, അനുമോട് ഡ്രാമ കാണിക്കാൻ വേണ്ടി മൂലയ്ക്ക് പോയി കിടന്നൊക്കെ ആരും അക്ബറോടൊക്കെ ചിരിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ എനിക്ക് സംഭവിക്കുമ്പോൾ അക്ബറാണ് അങ്ങനെ കിടക്കുമോ നനഞ്ഞതിനകത്ത്? ഞാൻ കിടക്കത്തില്ല കേട്ടോ. ഞാനത് പോയിട്ട് മാറി എവിടെയെങ്കിലും ദേഷ്യപ്പെട്ട് കിടക്കത്തുള്ളൂ. അതുപോലെ അനുമോളും ചെയ്തിട്ടുണ്ട്, മൂലയ്ക്കൊരു മാറി കിടന്നു. നനഞ്ഞ ബെഡിനകത്ത് കിടക്കണമായിരുന്നോ? എന്തിനാ വേറെ ബെഡിനകത്ത് കിടക്കേണ്ട ആവശ്യം എന്തോന്നാ? അക്ബർ എപ്പോഴും നവിനെ ന്യായീകരിച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. നെവിനെ അങ്ങനെ എൻ്റെ മുഖത്ത് വെള്ളം ഒഴിച്ചതിന് എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അത് ഷാനവാസ് മാത്രമേ ഉള്ളൂ അനുമോടെ സൈഡിൽ നിന്നത് കേട്ടോ. ആ ഷാനവാസ് അല്ല, അനീഷും ആദിലെ നൂറ് എന്തുവല്ല അവർ ജെൻഡർ കാർഡ് വരുമ്പോൾ എന്തുവല്ല നീവിന്റെ സൈഡ് അല്ലെങ്കിൽ പോലും അനുമോടെ സൈഡ് നിൽക്കത്തില്ല. എന്തൊക്കെ കാര്യങ്ങളാണ് കാണിക്കുന്നത്? നിവിനെ നിനക്ക് ബോധം പൊക്കണം വല്ലതും ഉണ്ട്. നിവിന്റെ വിചാരം ഇവൻ മാസാന്നാണ് ഷാനവാസം തോന്നിയതിന്റെ കൂട്ടത്തിൽ നിവിൻ വലിയ മാസം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. നീ റിയാസിന് പഠിക്കുവാണോ? നിയാസോ നമ്മുടെ അവനില്ലേ, അവന് പഠിക്കുവാണോ? ഇത് ലാലേട്ടൻ തീർച്ചയായിട്ടും ചോദിച്ച് റെഡിയാക്കി കൊടുത്തതിലേ പറ്റത്തു. അതുപോലെ തന്നെ ഫുഡിന്റെ കാര്യത്തിലായാലും എന്തൊക്കെയാണ് നെവിൻ കാണിച്ചു കൂട്ടുന്നത്? ഫുഡ് വേണേ കഴിച്ചാൽ മതി, കിച്ചൺ ക്യാപ്റ്റനാണ്, 3 പേരെ ക്യാപ്റ്റനാക്കി കിച്ചൻ്റെ ആൾക്കാരെ ഫുഡ് കൊടുത്തില്ല. തലേദിവസം രാത്രി കൊടുത്തില്ല. 1 നേരം 2 നേരം അവർക്ക് ഫുഡ് കൊടുത്തുള്ളൂ. കൊടുത്തെല്ലാം താമസിച്ചു. വൈകിട്ട് ഉച്ചക്കത്തെ ഫുഡ് 4 മണിക്കോ 6 മണിക്കോ കണ്ട കഴിച്ചത്. ഗുളിക കഴിക്കേണ്ട ആൾക്കാരൊക്കെ ഉണ്ട്. വേണേ കഴിച്ചോ, അങ്ങനെ എങ്ങനെയൊക്കെയാണോ പറയുന്നത്? അക്ബറെ നീ എരികൂട്ടി കൊടുക്കുക. സത്യം പറഞ്ഞാൽ അക്ബറിന്റെ കാര്യം പറഞ്ഞ എനിക്ക് അക്ബറിനെയൊക്കെ ഇഷ്ടമായി തുടങ്ങി. ഞാൻ ഓർക്കുകയും ചെയ്തായിരുന്നു അക്ബർ എന്താ ഇപ്പഴാണ് മനസ്സിലായത്. കുത്തിരിപ്പ് ഉണ്ടാക്കി വെക്കുണ്ടാക്കി പറയുമായിരുന്നു. ഓർത്തു. അതുപോലെ തന്നെ കുറെ റിവേഴ്സ് ഉണ്ട്, കുറ്റം തന്നെ പറയാനായിട്ടിരിക്കുന്ന അനുമോടെ ആയാലും എല്ലാവരും കുറ്റം തന്നെ പറയാൻ. എന്നിട്ട് ആ റിവ്യൂ പറയുന്ന ആൾക്ക് ഞാൻ റിവ്യൂ മാത്രമേ പറയത്തുള്ളൂ എന്ന് പറയുന്നത്. ഞാൻ ബിഗ് ബോസ് നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ പറയത്തുള്ളൂ, അങ്ങനെ ചെയ്യത്തുള്ളൂ, ഇങ്ങനെ ചെയ്യത്തുള്ളൂ. പക്ഷെ ഫുള്ള് പറയുന്ന PR-നെ കുറിച്ചും ഫാൻസിനെ കുറിച്ചിട്ടും. അവർക്ക് ബിഗ് ബോസ് നടക്കുന്ന കാര്യങ്ങളൊന്നും പറയണം. അത് അവരെ അത് പറഞ്ഞോട്ടെ, കുറ്റം പറഞ്ഞോട്ടെ, നല്ലത് പറഞ്ഞോട്ടെ. പക്ഷെ അവർക്ക് പറയേണ്ട ഫാൻസിനെ കുറിച്ചും PR ഫാൻസും പറഞ്ഞ അവർക്ക് അവരെന്തിനാ നിരക്കുന്നത്? PR ഫാൻസും പറയുന്നതൊക്കെ ബിഗ് ബോസിന്റെ കാര്യം പറഞ്ഞാൽ പോരെ? എന്തായാലും നിവിന്റെ കാര്യത്തിൽ എനിക്ക് അത് ലാലേട്ടൻ ചോദിക്കുമല്ലോ. സത്യം പറഞ്ഞ അനുമോക്ക് അനുമോള് ഗെയിം ആയിക്കോട്ടെ, എന്നാലും ലാലേട്ടന് ഒരു സൈഡ് ഇതുവരെയായിട്ടും അനുമോക്ക് കിട്ടിയിട്ടില്ല ബിഗ് ബോസിന്റെ സൈഡിൽ നിന്ന്. ബിഗ് ബോസും ലാലേട്ടനും നവിനെ എല്ലാം കൊഞ്ചിച്ച് വെച്ചേക്കുക. അവിടെ ഒരു ഫേവറേറ്റ്സും ഉണ്ട്. എനിക്ക് തോന്നുന്നു പെൺപിള്ളാരോടൊരു ബിഗ് ബോസിനൊക്കെ വിന്നർ ആവുന്നുള്ള ഒരു ചിന്തയുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇല്ല, അവർ പറഞ്ഞിട്ട് അക്ബറും ആര്യനും ഒക്കെ അവരൊക്കെ ഫ്രണ്ട്സും ആ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടായിരിക്കാം, അറിയത്തില്ല. എന്തുവായാലും ലാലേട്ടനോടുള്ള മതിപ്പ് കൂടണമെങ്കിൽ ആൾക്കാർക്ക് കൂടേണ്ട ആവശ്യമില്ല. അങ്ങ് വലിയ മനുഷ്യനാണ്. എന്നാലും പറയാണ്, കൂടണമെങ്കിൽ ഈ കാര്യം ലാലേട്ടൻ ചോദിച്ചേ പറ്റൂ. ചോദിക്കണം. ചോദിച്ചാൽ മാത്രം പോരാ, നിവിന് നല്ലൊരു താക്കീത് കൊടുത്തേ പറ്റൂ. ഇനി ഇപ്പം പറയും അനുമോളെ നീ തിരിച്ചു ചോദിച്ചിട്ടല്ലേ അവൻ കൊണ്ട് ചോദിച്ചെന്ന് പറയും. ഇനി അതെല്ലാം അനുമോളെ തലയിലിടും, എനിക്കറിയാം. എനിക്കല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിലും ഞാൻ പറഞ്ഞു പോന്ന എന്തൊരു കഷ്ടമായത്. ഓക്കെ, ഇത്ര ഉള്ളായിരുന്നു പറയുന്നത്. ഞാൻ രാവിലെ തൊട്ടിത് ഞാൻ കണ്ടു, ഇങ്ങനെ റിവ്യൂ കേട്ടുന്നുണ്ട്. ഇടയ്ക്ക് ഞാനത് ആ സാമത്തിൽ ലൈവ് ഓണാക്കി നോക്കിയപ്പോൾ ആ സംഭവം അന്നേരം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നോട്ട് ഇങ്ങനെ പറയണം, എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് വേണം ഷൂട്ട് ചെയ്യാൻ, അതുകൊണ്ടുള്ള പ്രശ്നത്തിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അന്നോട്ട് ഇങ്ങനെ വിമ്പി നിൽക്കുകയെന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ കുറേയൊക്കെ എനിക്ക് ചീത്തയൊക്കെ വിളിക്കുന്ന സത്യം പറഞ്ഞുണ്ട് കേട്ടോ. കുറേയൊക്കെ പറയണമെന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്. എന്തായാലും ലാലേട്ടൻ ചോദിക്കുന്നു വിചാരിക്കുന്നു. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.